കൊടകമ വന്ന് തിരിച്ചു പോയപ്പോഴത്തേക്ക് ഈ സ്പെസിമെൻ എന്നുള്ള രീതിയിലേക്കാണ് ഈ ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോകാനായിട്ട് തുടങ്ങിയത്. അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് ആദ്യമായി പരിശോധിക്കാൻ ശ്രമിച്ചത് ഈ നമ്മളുടെ മലബാറികളും അല്ലെങ്കിൽ നമ്മുടെ ഈ പിൻകാല കേരളത്തിൽ നിന്നുള്ള മനുഷ്യരെ പിടിച്ചുകൊണ്ട് പോയി ആഫ്രിക്കയിൽ നിന്നുള്ള തടവുകാർക്കൊപ്പവും അല്ലാതെ പിന്നെ അവരെ ഒരുപാട് പേര് നമ്മുടെ ഒരു പിന്നെ സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടുക, അല്ലെങ്കിൽ ഒരു സൂപ്പർവൈസറൽ പൊസിഷനിലേക്ക് ചെല്ലുക എന്നുള്ളതാണല്ലോ മലയാളികളുടെ ഒരു പ്രധാന ഇത്. അങ്ങനെ ഇരുന്ന് അവിടുത്തുള്ള രാജാവിൻ്റെ ദ്വിഭാഷികളായി എത്തുകയും അദ്ദേഹത്തിൻ്റെ കൊട്ടാരം വരെ നിയന്ത്രിക്കത്തക്ക രീതിയിലുള്ള ശേഷി ആദ്യ തലമുറയിൽ നിന്നുള്ള പ്രവാസികൾ തന്നെ എത്തപ്പെട്ടു എന്ന് വെച്ചാൽ നമ്മൾ പറയുന്നത് 16-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ്. നിങ്ങൾ വിക്കിപീഡിയയിലും അവിടെ ഇവിടെ അടിച്ചു നോക്കിയാൽ ഈ ബനിയകൾ ഇവരൊക്കെയാണ് ഉത്തരേന്ത്യയിൽ നിന്ന് യൂറോപ്പിൽ സ്വാധീനം ഉറപ്പിച്ചത് എന്ന്, കപ്പൽ മാർഗം എത്തി സ്വാധീനം ഉറപ്പിച്ചെന്ന് പറയുമെങ്കിൽ അതിനു മുമ്പ് തന്നെ ഒരു മലയാളി ഒരു ഡയസ്പൊറ അവിടെ രൂപപ്പെട്ടത് 15-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ ഇത് ചെയ്തു. കാര്യം വാസ്കോഡഗാമ പിന്നെ കപ്പലുകൾ ആക്രമിച്ച് ഒരു പോർച്ചുഗീസുകാരനെ കൊന്നതിന് പകരമായിട്ട് ഒരു കൂട്ടം പയ്യന്മാരെ കൊണ്ടുപോയി ആ കപ്പലിൽ നിന്ന് പിടിച്ചെടുത്തു കൊണ്ടുപോയി അവിടെ അച്ഛൻ പട്ടത്തിന് കൊണ്ടുപോയി ചേർത്തു, ഈ ജെറോണിമോസ് മൊണാസ്ട്രിയുടെ ഭാഗമായിട്ട്. അപ്പം ഞങ്ങൾ അവിടെയൊക്കെ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് ആ നിശ്വാസം 500 വർഷം മുമ്പുള്ള ആ നിശ്വാസം ഇത് അങ്ങനെ. അപ്പം ഇന്നവിടെ ജീവിക്കുന്ന ജനതയിൽ നമ്മുടെ ചോരയുള്ളവർ പലരുണ്ട്. അപ്പം അങ്ങനെ ലിസ്ബൺ ഒരു സ്ലേവ് ടൂർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മൾ ഒരിക്കലും ഒരു കണ്ടക്റ്റഡ് ടൂർ നടത്തി ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ഇതൊന്നും അല്ലല്ലോ നമ്മൾ കാണുന്നത്. നമുക്ക് നിയതമായ ചില പ്രദേശങ്ങളിൽ വരുന്നു, നമ്മളത് കഴിഞ്ഞിട്ട് യാത്രാ വിവരണം എഴുതുന്നു. ഞങ്ങളൊരു ഈ ലിസ്ബൺ സ്ലേവ് ടൂർ എന്ന് പറഞ്ഞിട്ട് അതങ്ങനെ ആരും വരാറില്ല. അതുകൊണ്ട് അതിൻ്റെ പൈസയൊക്കെ കൂടുതലാണ്. അവിടെ ഈ മലയാളികളെ അല്ലെങ്കിൽ ഈ ആനയെ കൊണ്ടുവന്ന് പാർപ്പിച്ചിരുന്ന സ്ഥലങ്ങൾ, ഈ അവിടെ കുതിരച്ചാണകവും മാത്രം വീണ് കിടന്ന ചെളിക്കണ്ടമായിരുന്ന ഒരു ലിസ്ബനെ കേരളത്തിൽ നിന്നുള്ള കുരുമുളക് തന്നെ നമ്മുടെ കർഷകർ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നമായൊരു നഗരമാക്കി മാറ്റുന്ന ഒരു കാഴ്ച ഞങ്ങൾക്കവിടെ കാണാൻ കഴിഞ്ഞു. ഇപ്പോൾ പോലും അവിടെ നിന്ന് ചെറിയ പിന്നെ പാറക്കഷ്ണങ്ങൾ പാകി ഉണ്ടാക്കിയത് ഈ അന്നത്തെ കാലത്തുള്ള പിൻകാലത്ത് അതിൻ്റെ റിപ്പയർ വർക്കൊക്കെ നടത്തിയെങ്കിലും അന്നും അതാണ്. അപ്പം ഒരു 1755 നടന്ന ഒരു വലിയ ഒരു ഭൂചലനം വഴി എല്ലാ റെക്കോർഡ്സും നഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ ഇവിടുന്ന് പോയ ഇവിടെ ഓരോ സമയത്ത് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ രാജാവിനെ എഴുതി അറിയിക്കണം. അതാണ് നമ്മുടെ ഹിസ്റ്ററി സോഴ്സ്. അത് വെച്ചാണ് പിൻകാലത്ത് നമ്മുടെ ചരിത്രകാരന്മാർ ഇത് ചെയ്യും. നമ്മൾ ഈ 10ാം ക്ലാസ്സിലും അവിടെ ഇവിടെയൊക്കെ പഠിക്കുന്നതുമായ കാര്യങ്ങളെല്ലാം അതാണ്. നമുക്ക് കേട്ടുകേൾവികൾ ഇത് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ പിന്നെ വാസ്കോഡഗാമയെ തേടി അദ്ദേഹത്തിൻ്റെ ഗ്രാമങ്ങളിലും അവിടെ ഇവിടെയൊക്കെ നടന്നപ്പോഴത്തേക്ക് ഞങ്ങൾ കേട്ട കഥയെന്ന് പറയുന്നത് 10-25 വർഷങ്ങളോളം അദ്ദേഹത്തിനെ പിന്നെ ആ മാനുവൽ രാജാവ് മാറ്റി നിർത്തിയിരുന്ന ഒരു കഥയായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ പറയുന്നതൊക്കെയുള്ള നമ്മൾ പരാജയപ്പെട്ടൊരു കഥയല്ല അവിടത്തുള്ള ഫോക്ലോറുകളിലും അവിടെ ഇവിടെ ഉള്ളത്. നമ്മുടെ അസാമാന്യമായ പോരാട്ട വീര്യത്തിൻ്റെ കഥകളായിരുന്നു. ഒരു വൃദ്ധനായ സാമൂതിരിയും പിന്നെ സൈനുദ്ദീൻ മഖ്ദൂമും കൂടെ ചേർത്തുകൊണ്ട് കപ്പലുകൾ മുക്കുകയും വെനീസും പിന്നെ ഗുജറാത്ത് സുൽത്താനെയും പിന്നെ അന്നത്തെ പിൻകാല ഈജിപ്റ്റ് പിന്നെ രാജ്യത്തു നിന്നുള്ള പിന്നെ അടിമവംശത്തിലെ ജനങ്ങളെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടന്ന വെറും 5 ടെക്നിക്കലായി അത്രയും പെർഫെക്റ്റ് അല്ലാത്ത ഒരു 5 പീരങ്കികളുടെയും സഹായത്തോടു കൂടിയും ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന അതിഘോരമായ യുദ്ധത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇദ്ദേഹത്തിന് ചില്ലറ കപ്പലുകളുമായി രക്ഷപ്പെടാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. അക്കാരണം കൊണ്ടാണ് ഇന്ന് പിന്നെ ഞാനോ ബെന്നിയും ഇവിടെ ഇരുന്ന് മലയാളത്തിൽ സംസാരിക്കുകയും പിന്നെ നിങ്ങളെല്ലാവരും ഇരുന്ന് മലയാളത്തിൽ ശ്രവിക്കുകയും ചെയ്യുന്നതിൻ്റെ കാരണം. അല്ലെങ്കിൽ വഴിതെറ്റി വന്ന കബ്രാൾ ചെന്നെടുത്ത ബ്രസീലിൽ ഇന്ന് സംസാരിക്കുന്ന ഭാഷ പോർച്ചുഗലാണ്. നമ്മൾ ഇന്ന് 5 കിലോമീറ്റർ 10 കിലോമീറ്ററിൻ്റെ ഇപ്പുറമുള്ള തീരദേശത്തിൻ്റെ പ്രവിശ്യയിൽ നിന്ന് സംസാരിക്കുമ്പോൾ പോലും മലയാളം എന്തുകൊണ്ട് പോയില്ല എന്നുണ്ടെങ്കിൽ അസാമാന്യമായൊരു പോരാട്ട വീര്യം നമ്മൾ കാഴ്ചവെച്ചെന്ന് വെച്ചാൽ പൊന്നാനി തീരങ്ങളിലൊക്കെ എന്ന് വെച്ചാൽ
ആയിരക്കണക്കിന് ആൾക്കാർ പിന്നെ ബലി കൊടുക്കപ്പെടുകയാണ്, സ്ത്രീകളും ഇതും സംരക്ഷിക്കാനായിട്ട്. കഴിഞ്ഞില്ല, ഇൻറോഡ്സിലൂടെ, കേരളത്തിൻ്റെ ഇൻറോഡ്സിലൂടെ കടക്കാനായിട്ട് അന്ന് ഇതൊന്നും കഴിഞ്ഞില്ല. ഇതൊന്നും നമ്മളെക്കുറിച്ച് നമ്മൾ രേഖപ്പെടുത്തിയിട്ടില്ല. നമ്മളിതൊന്നും രേഖപ്പെടുത്താത്തൊരു അന്തം വിട്ടാണ് ഞങ്ങൾ അവിടെ നിന്നിട്ട് ഈ ഇത്തരം കഥകൾ കേട്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ പുസ്തകത്തിൻ്റെ അകത്ത് ഞങ്ങൾക്ക് ഞങ്ങളുടെ യാത്രയുള്ള തമാശകളോ മറ്റു സാധനങ്ങളോ ഒന്നും ഉൾപ്പെടുത്താനായി പലപ്പോഴും കഴിഞ്ഞില്ല. അതിൻ്റെ കുറ്റവാളി പ്രധാനപ്പെട്ടത് ഞാനാണ്. കാര്യം എന്ന് വെച്ചാൽ, ഒന്ന് ബെന്നിയെ വളരെ സാവകാശവും ഒക്കെ ആയിട്ട് സഞ്ചരിക്കുന്ന, അല്ലെങ്കിൽ വളരെ ആസ്വദിച്ച് സഞ്ചരിക്കുന്ന ഒരാൾ. പക്ഷേ ഞാനും എൻ്റെ കൂടെ തന്നെ റഷീദ് അറയ്ക്കൽ നിന്നു. ബാബാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് ഇങ്ങനെ, കാര്യം ഞങ്ങൾക്ക് കാണാനായിട്ടുള്ള സ്ഥലങ്ങൾ ഇത് ഇങ്ങനെ കിടക്കുക. അങ്ങനെ ഒരു ഇത് അങ്ങനെ ചരിത്രം എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൻ്റെ പിന്നാലെ അല്ലാതെ ഞങ്ങൾക്ക് ഒരു ശകലം സ്ഥലം പോലും ഇടവേള കിട്ടാതെ ആണ് സത്യത്തിൽ ബെന്നിയും കൊണ്ടുള്ളൊരു ഓട്ടപ്രദർശനമായിരുന്നു സത്യത്തിൽ ഞങ്ങൾ നടത്തിയത്. റഷീദിൻ്റെ ഇത് ഞങ്ങൾക്ക് പറയാതിരിക്കാൻ വയ്യ. ഞങ്ങൾ രണ്ടുപേരെയും വെച്ചുകൊണ്ട് അദ്ദേഹം ഞങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ ഡ്രൈവറായി മാറിക്കൊണ്ടും ഈ ചരിത്രത്തിന് മുമ്പിൽ നയിക്കുന്നൊരു വെളിച്ചം പോലെ നയിച്ച റഷീദ് അറയ്ക്കലിനെ ഞാൻ ഇവിടെ വളരെ നന്ദിയോടെ ആദരവോടുകൂടി ഓർക്കുകയും കൂടെ ചെയ്യുകയാണ്.